ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗോസസ് ലോയുടെ മൂന്നാമത്തെ ആപ്ലിക്കേഷനാണ്. കഴിഞ്ഞ 2 വീഡിയോയിലായിട്ട് നമ്മൾ ആദ്യത്തെ 2 ആപ്ലിക്കേഷൻ പഠിച്ച് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് തിങ്സ് സ്ഫെറിക്കൽ ഹോളോസ്ഫിയറിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ്. സോ പ്രൂഫിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ള ഇക്വേഷൻ ഏതാണെന്ന് നോക്കാം. നമുക്ക് ഗോസസ് ലോയുടെ ഒരേ ഒരു ഇക്വേഷനാണ് ഇവിടെ ആവശ്യം. അതായത് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്ന് പറയുന്നത് Q/ε0. ഈ ഒരു ഇക്വേഷൻ വെച്ച് മാത്രമാണ് നമ്മളിത് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഈ ഫിഗർ എങ്ങനെ വന്നെന്ന് വരച്ചതെന്ന് പഠിക്കാം. നമ്മുടെ കയ്യിൽ ഒരു ഹോളോ സ്ഫിയർ ഉണ്ട്. ഈ ഹോളോ സ്ഫിയറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് R. അപ്പം ഇതിൻ്റെ പ്രത്യേകത, ഈ ഹോളോ സ്ഫിയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സർഫസിൽ മാത്രമായിരിക്കും ചാർജ് ഉള്ളത്. ഇതിൻ്റെ ഇൻസൈഡ് എന്ന് പറയുന്നത് ചാർജ് 0 ആണ്. ഇത് ഈ ഹോളോ സ്ഫിയറിൻ്റെ അകത്ത് ചാർജ് എന്ന് പറയുന്നത് 0. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഹോളോ സ്ഫിയർ കാരണം പി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ പി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് കണ്ടുപിടിക്കുക. അപ്പോൾ ഈ സെൻട്രോ ഹോളോ സ്ഫിയർ തൊട്ട് പി വരെയുള്ള പോയിന്റാണ് R. ഇവിടെ എഴുതിയിട്ടുണ്ട്. പി എന്ന് പറയുന്ന പോയിന്റിലാണ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കേണ്ടത്. R എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഫ്രം ഷീറ്റല്ല, ഇത് സ്ഫിയറിൻ്റെ സെൻറ്ററിൽ നിന്ന് പി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് വലിയ R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ ഹോളോ സ്ഫിയർ. സോ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ പിയെ കണക്കാക്കി നമ്മൾ ഇതിന് ചുറ്റും ഒരു ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്യും. ഒരു സ്ഫിയർ ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്യും. സോ അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നതും ഈ പി എന്ന് പറയുന്ന പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ഒന്നായിരിക്കും. അതായത് R ആണ് ഈ ഗോഷ്യൻ സർഫസിൻ്റെ റേഡിയസ്. സോ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഇതേ ഡയറക്ഷനിലാണ്. സർഫസിൻ്റെ നോർമൽ എന്ന് പറയുന്നതും അതേ ഡയറക്ഷനിലാണ്. നോർമൽ എന്ന് പറഞ്ഞാൽ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സർഫസ് ഉണ്ടെങ്കിൽ അതിൻ്റെ നോർമൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇപ്പം സ്ഫിയർ ആണ്. സോ നമുക്കിത് ഇനി എങ്ങനെയാണ് പ്രൂവ് ചെയ്യണമെന്ന് നോക്കാം. നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ ഏതാണ്? ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്ന് പറയുന്നത് Q/ε0 ആണ്. ഈ ഒരു ഇക്വേഷൻ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇൻ്റഗ്രൽ ഇ ഡി എസ് കോസ് തീറ്റ എന്ന് പറയുന്നത് Q/ε0. സോ ഈ കോസ് തീറ്റ എന്ന് പറയുന്നത് ഈ ഡി എസിൻ്റെയും ഇയുടെ ഇടയിൽ വരുന്ന ആംഗിളാണ്. അതായത് ഈ ഒരു ആംഗിളാണ്. അല്ല, നമ്മൾ വരയ്ക്കുമ്പോൾ 180 ആയിട്ട് കാണണമെങ്കിലും 180 അല്ല ഉദ്ദേശിക്കുന്നത്. അതായത് ഡി എസ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട്, ഇ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പം കോസിൻ്റെ ഇതെന്ന് പറയുന്നത് കോസ് എന്ന് പറയുമ്പോൾ കോസ് 0. അപ്പോൾ കോസ് 0 ആയിക്കഴിഞ്ഞാൽ കോസ് 0യുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഈ ഇൻ്റഗ്രൽ ഡി എസ് എന്ന് പറയുന്നത് Q/ε0. ഇനി അടുത്ത് ഈ ഇൻ്റഗ്രൽ ഡി എസ് എന്ന് പറയുന്നത് ഗോഷ്യൻ സർഫസിൻ്റെ ഏരിയയാണ്. അപ്പോൾ ഇത് സ്ഫിയർ ആയതുകൊണ്ട് തന്നെ സ്ഫിയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 4πr² ആണ്. ആ 4πr² ഈ ഇൻ്റഗ്രൽ ഡി എസിൻ്റെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. E × 4πr² ഈസ് ഈക്വൽ ടു Q/ε0. അപ്പോൾ E എന്ന് പറയുന്നത് എത്രയാവും? E എന്ന് പറയുന്നത് 1/4πε0 Q/r². സോ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഔട്ട്സൈഡ് ദ ഷെൽ കിട്ടി. E ഈസ് ഈക്വൽ ടു 1/4πε0 Q/r² എന്ന് പറഞ്ഞ് കിട്ടി. ഇതാണ് നമ്മൾ ഔട്ട്സൈഡ് ദ ഷെല്ലിൻ്റെ ഇക്വേഷൻ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻസൈഡ് ദ ഷെല്ലിൻ്റെ ഇക്വേഷൻ. ഇൻസൈഡ് അല്ല, അറ്റ് ദ സർഫസ് ഓഫ് ദ ഷെൽ. അപ്പം ഇവിടെയും ഇനി എളുപ്പമാണ്. ഇവിടെ എന്ന് പറയുന്നത് ഇ എന്ന് മറ്റേ ഗോഷ്യൻ വെച്ചിട്ട് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്ന് പറയുന്നത് Q/ε0. ഇൻ്റഗ്രൽ ഇ ഡി എസ് കോസ് തീറ്റ എന്ന് പറയുന്നത്
ക്യൂ ബൈ എപ്സിലോൺ സീറോ. കോസ് തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 0. അപ്പോൾ കോസ് 0 എന്ന് പറയുന്നത് 1. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഡി എസ് ക്യൂ ബൈ എപ്സിലോൺ 0 എന്ന് എഴുതാം. സോ ഇവിടെ ഡി എസ് എന്ന് പറയുന്നത്, ഇവിടുത്തെ ഗോസിയൻ സർഫസ് എന്ന് പറയുന്നത് ഈ സെയിം സർഫസിൻ്റെ പുറത്തല്ലേ നമ്മൾ പോയിന്റ് പി കൊണ്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തന്നെയാണ് അതിൻ്റെ ഗോസിയൻ സർഫസ്. അപ്പോൾ ഇവിടുത്തെ റേഡിയസ് എന്ന് പറയുന്നത് 6 ആണ്. സോ ആ സമയത്ത് ഈ സ്പിയറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്, സ്പിയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 4πr² ആവും. നേരത്തെ ഒരു ഗോസിയൻ സർഫസ് 6 എന്ന് പറയുന്നത് ഉള്ളതുകൊണ്ടാണ് നമ്മൾ 4πr² എന്ന് എഴുതിയത്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അതിൻ്റെ ഗോസിയൻ സർഫസ്, അതായത് സർഫസ് ഏരിയ തന്നെയാണ് അതിൻ്റെ ഗോസിയൻ സർഫസ്. അതുകൊണ്ട് 4πr² ആണ്. അപ്പം ഈ 4πr² ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. ഇ എന്ന് പറയുന്നത് 1/4π എപ്സിലോൺ 0 ക്യൂ ബൈ r². ഇതാണ് നമ്മളുടെ ക്യൂ ബൈ r². ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. അടുത്ത് നമുക്ക് നോക്കാൻ പോകുന്നത് ഇൻസൈഡ് ദ ഷെൽ, അറ്റ് എ പോയിന്റ് ഇൻസൈഡ് ദ ഷെൽ. അടുത്ത് പി എന്ന് പറയുന്ന പോയിന്റിനെ നമ്മൾ വെളിയിൽ വെച്ചിരുന്ന പോയിന്റിനെ ആദ്യം വെളിയിൽ വെച്ചിരുന്നു, പിന്നെ ആ പോയിന്റിന്റെ അടുത്ത് സർഫസിൽ വെച്ച്, ഇനി അടുത്ത് പി എന്ന് പറയുന്ന പോയിന്റിന്റെ അടുത്ത് അകത്ത് വെച്ച്. അപ്പോൾ പി എന്ന് പറയുന്ന പോയിന്റ് അകത്ത് വന്നു കഴിഞ്ഞ് ഇനി ഇതിന്റെ ഡെറിവേഷൻ ആണ് നമ്മുടെ അതിലുള്ള ഇക്വേഷൻ എന്ന് ഇ ഈക്വൽ ടു ഇ ഡി എസ് എന്ന് പറയുന്നത് ക്യൂ ബൈ എപ്സിലോൺ 0. അപ്പം ഞാൻ ഫസ്റ്റ് പറഞ്ഞ് ഇതിൻ്റെ അകത്തുള്ള ക്യൂ എന്ന് പറയുന്നത് 0 ആണ്. അപ്പം ഇവിടെ 0 ആണ് അവിടുത്തെ ചാർജ്. അപ്പം ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്ന് പറയുന്നത് 0. അപ്പോൾ എന്തെങ്കിലും ഈക്വൽ ടു 0 ആണെങ്കിൽ ഇ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പം ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ ഷെൽ എന്ന് പറയുന്നത് ഒരു വട്ട 0. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. ഇത്രേ ഉള്ളൂ.